ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഏറ്റവും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിച്ചാലോ? ഇന്നത്തെ വാർത്തകളിലേക്ക്, വർത്തമാനങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ വരുന്നൊരു 2 മണിക്കൂർ നമുക്കിങ്ങനെ വാർത്തയും വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ തുടരാം. തുടങ്ങുന്നു ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം. ആദ്യ വാർത്ത എത്തുന്നത് നമുക്കൊക്കെ അഭിമാനത്തിന്റെ നേട്ടത്തിന്റെ ഒരു വാർത്തയാണ്. ബഹിരാകാശ നിലയത്തെ തൊട്ട് മലയാളി പെരുമ. കേരളത്തിൽ പേരുകളുള്ള ഡോക്ടർ അനിൽ മേനോൻ ഉൾപ്പെടെയുള്ള ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പുലർച്ചെ 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആ സമയത്താണ് ആ ചരിത്ര ദൗത്യം യാഥാർത്ഥ്യമായത്. ലോകം കാത്തിരുന്ന ആ നിമിഷം പിറന്നത്. അനിൽ മേനോൻ ഉൾപ്പെടെയുള്ള 3 സംഘത്തെ വഹിച്ചുള്ള സോയൂസ് MS-29 വിജയകരമായി നിലയത്തിലെത്തുകയായിരുന്നു. വിവരങ്ങളുമായി രേണുക ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഈ വാർത്തയുടെ സമഗ്രമായ വിശേഷങ്ങൾ, വിവരങ്ങൾ. രേണുക, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഡോക്ടർ അനിൽ മേനോനും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇറങ്ങിയതിന്റെ സന്തോഷത്തിൽ, അഭിമാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം 1:30 മണിയോടുകൂടി ആ ചരിത്ര ദൗത്യം യാഥാർത്ഥ്യമാവുകയായിരുന്നു, അല്ലേ? തീർച്ചയായും മനു, മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അതിലുപരി ലോകത്താകെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. സോയൂസ് MS-29 ദൗത്യ സംഘം ബഹിരാകാശം തൊട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഈ സോയൂസ് MS-29 ഡോക്ടർ അനിൽ മേനോൻ ഉൾപ്പെടെയുള്ള മലയാളി കൂടിയായിട്ടുള്ള ഡോക്ടർ അനിൽ മേനോൻ ഉൾപ്പെടെയുള്ള ദൗത്യ സംഘത്തെ സ്വീകരിച്ചിരിക്കുന്നു, സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ പുലർച്ചെ 1 മണി കഴിഞ്ഞ് 25 മിനിറ്റോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ അവർ ബഹിരാകാശ നിലയത്തെ തൊട്ടിട്ടുള്ളത്. 3 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ബഹിരാകാശ നിലയത്തിലെത്തിയിട്ടുള്ളത്. ഇനി 9 മാസക്കാലം നിരവധിയായിട്ടുള്ള ഗവേഷണ പഠനങ്ങളുടെ കാലമാണ്. നമുക്കറിയാം, പാലക്കാട്ടുകാരൻ കൂടിയായിട്ടുള്ള ആദ്യമായി മലയാളി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുകയാണ്. ഡോക്ടർ അനിൽ മേനോൻ അടക്കമുള്ള മറ്റ് 2 റഷ്യൻ സഞ്ചാരികൾ കൂടിയാണ് അനിൽ മേനോൻ്റെ കൂടെയുള്ളത്. പോർട്ടർ ഡുപ്പോവ്, അന്ന കിക്കിന തുടങ്ങിയ 2 റഷ്യൻ സഞ്ചാരികൾ കൂടെയുള്ള 3 അംഗ ദൗത്യ സംഘമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി 9 മാസത്തെ പഠനകാലമാണ്. അതുപോലെ തന്നെ റോസ്കോസ്മോസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന റോസ്കോസ്മോസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് സഞ്ചാരികൾക്ക്, അനിൽ മേനോൻ അടക്കമുള്ള സഞ്ചാരികൾക്ക് പൂർണ്ണ വിശ്രമമാണ്. അവിടെയുമായിട്ടുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായിട്ടുള്ള പൊരുത്തപ്പെടലിന് വേണ്ടിയിട്ട് ഇന്ന് പൂർണ്ണ വിശ്രമമാണ്. അതിനുശേഷം നാളെ മുതൽ 9 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഗവേഷണ പഠനങ്ങൾക്കാണ് തുടക്കം കുറിക്കുക. അതിനുശേഷം അടുത്ത വർഷം ഏപ്രിലോടുകൂടി തിരിച്ചെത്താൻ ദൗത്യസംഘം തിരിച്ചെത്തും എന്നുള്ള വാർത്തകളാണ്. ഏറ്റവും അഭിമാനമായിട്ട് ഒരു മലയാളി ബഹിരാകാശ നിലയത്തിൽ കയ്യൊപ്പ് ചാർത്തുന്നു. ബഹിരാകാശ നിലയത്തിൽ അവരെ സ്വീകരിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. മനു, തീർച്ചയായും നമ്മളൊക്കെ ഇങ്ങനെ അമ്പരപ്പോടെ കണ്ടുനിന്ന ആകാശത്തിന്റെ അത്ഭുതങ്ങളിലേക്ക്, അതിനെക്കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ നമ്മുടെ ഒരു മലയാളി എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് എത്ര വലിയ സന്തോഷമാണ് നമുക്ക് നൽകുന്നത്. ലോകശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ വേഗത്തിലേക്ക് നമ്മൾ മലയാളി, കേരളമൊക്കെ അടയാളപ്പെടുത്തുന്ന ഈ നിമിഷം, അത് കേരളത്തിനപ്പുറത്തേക്ക് ലോകമെമ്പാടുമുള്ള ശാസ്ത്ര അന്വേഷകർക്ക് അത് നൽകുന്നൊരു ഊർജം ചെറുതല്ല, രേണുക. തീർച്ചയായും മനു, ഒരു മലയാളി എന്നതിലുപരി ഒരു പാലക്കാട്ടുകാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊക്കെ അമേരിക്കയിൽ നിന്നൊരാൾ ബഹിരാകാശത്തേക്ക്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നൊരാൾ ബഹിരാകാശത്തേക്ക് എന്ന് കണ്ടതിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊരാൾ ബഹിരാകാശത്തേക്ക് എന്നതിലുപരി കേരളത്തിൽ നിന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരാൾ ബഹിരാകാശ ദൗത്യ സംഘത്തിൻ്റെ മേധാവി അല്ലെങ്കിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ അഭിമാനകരമാണ്. അതുപോലെ തന്നെ മനു സൂചിപ്പിച്ചതുപോലെ വലിയ ഗവേഷണങ്ങളാണ് ബഹിരാകാശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ AI കുറിച്ച് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് അനിൽ മേനോൻ അടക്കമുള്ള ഈ ദൗത്യ സംഘം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ബഹിരാകാശ നിലയത്തിൽ പഠനം നടത്താൻ വേണ്ടിയാണ് പോയിട്ടുള്ളത്.
നമ്മൾ എത്രത്തോളം വളർന്നു അല്ലെങ്കിൽ എത്രത്തോളം പുരോഗതി പ്രാപിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണത്. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ചിപ്പുകൾ നമ്മളിപ്പോൾ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ എങ്ങനെ ബഹിരാകാശത്ത് പരീക്ഷിക്കാം എന്നുള്ളതടക്കമുള്ള വലിയ പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ദൗത്യ സംഘം 9 മാസക്കാലത്തെ ദൗത്യ സംഘം അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിലൊരു മലയാളി കയ്യൊപ്പ് കൂടി ചാർത്തുന്നു എന്നുള്ളത് വലിയ അഭിമാനമാണ്. തീർച്ചയായും അല്ല രേണു, ഞാൻ രേണുക അത് പറയുമ്പോൾ മലയാളത്തിൻ്റെ ഒരു അഭിമാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മറുഭാഗത്ത് വേറെ തമാശ ഓർക്കുകയായിരുന്നു. ഇപ്പോൾ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തൊട്ടിരിക്കുന്നു, അവിടെ എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും ആ ബഹിരാകാശ നിലയത്തിൽ. പക്ഷേ അതേസമയം തന്നെ ഇങ്ങ് കേരളത്തിൽ ഇപ്പോഴും ചൊവ്വാദോഷം കാരണം കല്യാണം മുടങ്ങുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പുരോഗതിയും മറുഭാഗത്ത് പുരോഗതിയിൽ നിന്ന് മുക്തി നേടാത്ത മനുഷ്യരുമുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. തീർച്ചയായിട്ടും ഒരു വശത്ത് നമ്മൾ പുറകോട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരത്തിൻ്റെ പേരിൽ മരണങ്ങളും അല്ലെങ്കിൽ കൊലപാതകങ്ങളും കുഞ്ഞുങ്ങളെ പോലും ബലി നൽകുന്ന സമൂഹം കൂടിയാണ് നമ്മൾ ഇപ്പോഴും. നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മൾ അതിനൊക്കെ ഉണ്ട് എന്നുള്ളവർക്ക് ഒരു മറുവശവും ഇതൊരു മാതൃക കൂടിയാണ്. ഇങ്ങനെയൊന്നുമല്ല ലോകം, നമ്മളെല്ലാം ഒരുപാട് പുരോഗമിച്ച് കഴിഞ്ഞു. AI പോലും അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ പോലും അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ചിപ്പ് പോലും നമ്മൾ ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തും പഠിച്ചു തുടങ്ങി. ഇതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നുള്ളൊരു സത്യം കൂടി ഒരു മലയാളി നമുക്ക് മുന്നിൽ തെളിയിക്കുകയാണ്. നമുക്ക് നോക്കാം ഏതായാലും. ഓക്കെ, താങ്ക് യു, സന്തോഷം രാവിലെ മനോഹരമായ ഒരു വാർത്ത നൽകിയതിന്.